ഹലോ ഗൈസ്, ഇന്ന് പുതിയൊരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പുതിയ സിദ്ധാർത്ഥ എടുത്തിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുതിയൊരു അപ്ഡേഷൻ വരാൻ പോവാണ്. എന്താ അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ന് ഇതിൻ്റെ അകത്ത് സ്പീക്കർ കയറ്റാൻ പോവാണ്. നാല് സ്പീക്കർ ഇതിൻ്റെ അകത്ത് വെക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം. എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പോയേക്കാം ഗൈസ്. ഗൈസ്, വണ്ടി ഇപ്പോൾ ഇടിക്കേണ്ടിയായിരുന്നു. ട്രക്കാരനെ എവിടെ നോക്കി ഇടിച്ച്. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് ഹാൻഡ് ബ്രേക്ക് ഇട്ടേക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു അപ്ഡേഷനും വന്നിട്ടില്ല. വണ്ടി എടുത്ത ഓണക്കാണ് ഇരിക്കുന്നത്. കാരണം വെച്ചാൽ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ ഒരു കാര്യം ചെയ്തിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആഘോഷം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ട്രിപ്പ് കിട്ടിയായിരുന്നു ഗൈസ്. ഞങ്ങളുടെ ഒരു പുതിയൊരു ബസ് എടുത്ത് പുതിയല്ല അതിൻ്റെ ഒരു ബസ് കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പോൾ ട്രിപ്പ് കിട്ടിയായിരുന്നു. അപ്പോൾ അതിന് പോയേക്കുമായിരുന്നു. ട്രിപ്പ് കഴിഞ്ഞ് 2 ദിവസത്തേക്കുള്ള ട്രിപ്പായിരുന്നു. അപ്പോൾ നല്ല പിള്ളേരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി ഇപ്പോൾ സർവീസിന് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ സർവീസിന് കൊടുത്ത് വന്നപ്പോഴായിരുന്നു ഇതിൻ്റെ കാര്യം ഓർത്ത്. ഇതിൻ്റെ ഡെലിവറി ആയിട്ട് അത് ഞാൻ ആ ഗ്യാരേജിൽ കൊണ്ടിട്ടേക്കുമായിരുന്നു. ഞാൻ നോക്കിയിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇന്നങ്ങ് എടുക്കാമെന്ന് കരുതി. ഇന്നെടുത്തപ്പോൾ എനിക്ക് സ്പീക്കർ കയറ്റാൻ പോകുന്നു ഗൈസ്. നമുക്ക് പോയേക്കാം. ഒരു ആക്സിഡൻറ്റ് ഉണ്ടെന്ന് വണ്ടി പോകുന്നില്ലല്ലോ. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ബ്രേക്കോട് കിട്ടി ഓക്കെ പോകുന്നുണ്ട്. അല്ല ഇപ്പോൾ കാണാൻ പുറകെ ഒരു കാറ് കിടക്കുന്നു. ഓക്കെ വണ്ടി ഇട്ടാൽ അത് കേസ് പോവാം. അപ്പം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഈ വണ്ടിക്കകത്ത് ഒരു ലിവറിയും ഒന്നും ആടിയിട്ടില്ല. കാരണം എന്താ ഞങ്ങൾ ലിവറി ആഡ് ചെയ്യാത്തത് കഴിഞ്ഞാൽ ഫുൾ അപ്ഡേഷൻ വന്നിട്ട് നമുക്ക് ലിവറി ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു രസം വേറെ എല്ലാം കൂടെ വന്നിട്ടൊരു മാസം ഒരു ട്രിപ്പ് കൂടെ അങ്ങോട്ട് കിട്ടും. പൊളിയായിരിക്കും. ട്രിപ്പ് എനിക്ക് വന്നായിരുന്നു ഈ വണ്ടിക്ക്. ഞാൻ പറഞ്ഞ വണ്ടി വാങ്ങിച്ചിട്ടേ ഉള്ളൂ. ഒരു സെറ്റിങ്സും വന്നിട്ടില്ല, പേരൊന്നും എഴുതിയിട്ടില്ല. ഞങ്ങൾക്കിപ്പോൾ കാണിക്കുന്ന ഈ ഗൂഗിൾ മാപ്പ് വഴിയല്ല പോകണ്ടേ. നമുക്ക് ഈ വളവ് അങ്ങോട്ട് തിരിയുവാണ്. ഇപ്പോൾ വണ്ടി വരുന്നത് നോക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ തോന്നുമ്പോൾ തന്നെ വണ്ടി ഇടിക്കുന്നത്. അതൊക്കെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ഇനി ആരെങ്കിലും കയറി വരാതെ അങ്ങോട്ട് ഇരുന്നാൽ മതി. അതൊക്കെ ഒരു മെയിൻ കാര്യം പറയാനുണ്ട്. 12 മണി ഉണ്ടാകുമ്പോൾ ഗൈസ് പൊളിയായിരിക്കും. എല്ലാവർക്കും ഇപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പോകാം. ഇവിടെ നമുക്ക് ലിപ്പ് അടിക്കുമെന്ന് തോന്നുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് നോക്കാം. അങ്ങോട്ട് പോകാതെ ലിപ്പ് അടിക്കും ഉറപ്പാണ്. നമുക്ക് ആ ലിപ്പ് ഓഫ് ചെയ്യേണ്ടി വരും. ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നാലും ചെറുതായിട്ട് അടിക്കുന്നുണ്ട്. അടി മറ്റേ വേറെ ഒന്നും വെക്കാത്തത് പറഞ്ഞു അല്ലേ. അത് നീ അകത്തോട്ട് കയറി ചങ്ങയ്ക്കായി മണ്ടക്കോട്ട് തോന്നിയിട്ട് വളവുണ്ട്. ആളാണ് കയറി പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പ് വരെ ഇനി പോവാം. മറ്റേതെന്ന് പറയുന്നത് നമുക്ക് വലിയൊരു കയറ്റം കയറി വേറെ വളവൊക്കെ കയറി വന്നു. അതായത് ഈ വളവ് വളയ്ക്കുന്ന എനിക്ക് സംശയം ഇടിക്കത്തില്ല. നമുക്ക് അതായത് ഇടിച്ചിട്ടില്ല. ഓരോ വളം വരുമ്പോൾ കുറേ വണ്ടിയിൽ ഇടിക്കാറുണ്ട്. എൻ്റെ വണ്ടി 4 വട്ടം അത് ഇടിച്ചിട്ടുണ്ട്. ഞാൻ കരുതി വളവ് വളയ്ക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. വളച്ച് അപ്പോൾ ഗൈസ് ഫൈനലി ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇനോവക്കാരും കൊണ്ട് വട്ടം വെക്കുക ഗൈസ്. നമുക്ക് ഇങ്ങനൊരു പണി എടുക്കുക. റിവേഴ്സ് ഇട്ടിട്ട് ഒറ്റ ഇടി എടുക്കുക. ചെറിയൊരു ഇടി മതി. റിവേഴ്സ് എടുത്ത് ഓക്കെ അപ്പം തന്നെ ഇട്ടില്ല. റിവേഴ്സ് എടുത്താൽ മതിയായിരുന്നു. കേസ് നോക്കി ഇനിയിപ്പോൾ ആ സൈഡിൽ കൂടെ കയറിപ്പോൾ അതേ ഉള്ള വഴി. ഇനോവക്കാർ മാറി തരത്തില്ല. എന്തെങ്കിലും ഈ ഗെയിമിലുള്ള ഒരു പ്രശ്നമാണ്. എന്തെങ്കിലും വണ്ടി ഇടിച്ചാൽ അപ്പം തന്നെ ആ വണ്ടി അവിടെ നിൽക്കും. ചിലതൊക്കെ പോവും, ചിലതൊക്കെ നിൽക്കും. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ട്രാഫിക്കാണ് ജസ്റ്റ് ഒരു മുട്ടൻ ട്രാഫിക്ക്. ആരവിടെ കൊണ്ട് വെച്ചേ നോക്കാം. അല്ല നടവെല്ലാം കയറ്റിട്ടില്ല. അല്ലേ മട്ട കിട്ടായിരുന്നു. നോക്കാം ബസ്സുകാരനാണോ ആ ലോറിക്കാരൻ വല്ലതും. ഗൈസ് എന്തായാലും നമുക്ക് പോകാം ഗൈസ്. ആരാണ് ഗൈസ് അവിടെ വട്ടം വെച്ചേക്കുന്നത് നോക്കാം. എന്ത് സംഭവം നോക്കാം. അപ്പോൾ മുമ്പോട്ട് പോകാം. ഇവിടെ അങ്ങ് നല്ല വലുതായിട്ട് അങ്ങ് ട്രാഫിക്കാണ് കാണില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്ന് മുന്നിലിട്ട് നോക്കാം. ചിലപ്പോൾ കയറിയാലോ. അപ്പോൾ ഗൈസ് നമ്മൾ പോകുന്നുണ്ട്. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ കാണുമ്പോൾ എന്ത് ഗൈസ് സ്കിപ്പുകാരൻ വന്ന് അവിടെ കൊണ്ട് ഒറ്റ വളയെ അങ്ങ് വണച്ചതായിരുന്നു. ഇതിപ്പോൾ അറിയുന്നതുകൊണ്ട് ബസ്സുകാരന് പോകാൻ പറ്റത്തില്ല. ഞാനൊക്കെ സൈഡ് എടുത്ത് പോയിക്കൂല. ഇവിടെ എല്ലാം ബ്ലോക്കാണ്. ഇപ്പോൾ ഇതുവരെ കൂടി അപ്പോൾ ഞങ്ങൾ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതായിരുന്നു ബിൽഡിങ്. ഇവിടെയാണ് ഞങ്ങളുടെ
സ്പീക്കർ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് കുറച്ചുകൂടെ സൈഡിലോട്ട് അങ്ങോട്ട് ഒതുക്കിയിടാം. മുമ്പോട്ടല്ല, ഞങ്ങൾക്ക് ഈ സൈഡിലോട്ട് അറ്റത്തോട്ട് ഇങ്ങോട്ട് ഒതുക്കിയിടാം. ഇത് റോഡിനോട് ചേർന്നൊക്കെ അടുത്തോട്ട് കയറ്റിയിടാം. ഓക്കെ ഗായ്സ്, കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സ്പീക്കർ വെച്ചിട്ട് കാണാം ഗായ്സ്. അപ്പോൾ ഗായ്സ് ഞങ്ങളുടെ സ്പീക്കറും എല്ലാം വെച്ചിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഞങ്ങളുടെ ഡോറ് തുറക്കണം. അപ്പോൾ ഞങ്ങൾക്ക് അകത്തോട്ട് തന്നെ കയറണം ഗായ്സ്. ഞങ്ങൾക്ക് ഈ സൈഡിൽ കൂടി ഇങ്ങോട്ട് ഗൈസ് കയറിയിട്ടുണ്ട്. ഡോറ് തുറന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഞങ്ങൾ കയറാൻ പോവാണ്. ഓക്കെ, ഞങ്ങളെല്ലാം അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. സ്വാഗതം പോവാണ് ഗൈസ്.